Hello all. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് തെർമിസ്റ്ററിലേക്ക് പോവാം. Thermistor is nothing but thermal resistor. As the name shows, thermistor is thermal resistor. അപ്പോൾ എന്താ തെർമിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റൻസിലെ ചേഞ്ച് കൊണ്ട് നമുക്ക് ടെമ്പറേച്ചറിലെ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. A thermistor is a type of resistor used to measure temperature changes, relying on change in the resistance with changing temperature. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്ന സമയത്ത് റെസിസ്റ്റൻസിലെ മാറ്റം വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, റെസിസ്റ്റൻസിലെ മാറ്റം എന്താണ് അല്ലെങ്കിൽ ചേഞ്ച് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ടെമ്പറേച്ചറിൽ എത്ര ചേഞ്ച് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടെക്നിക്കാണ് ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ തെർമിസ്റ്റർ വാസ് ആക്ച്വലി ഇൻവെന്റഡ് ബൈ സാമുവൽ റൂബൻ ഇൻ 1930. അതിന് US പേറ്റന്റ് ആണ് ഉള്ളത്. തെർമിസ്റ്റർ നമ്മൾ ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലൈക്ക് സെമികണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. അതിൽ നമുക്ക് മെറ്റാലിക് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ഓക്സൈഡ് സച്ച് ആസ് മാംഗനീസ്, കോപ്പർ, കൊബാൾട്ട് ആൻഡ് നിക്കൽ അതൊക്കെ ചേർന്നിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ തെർമിസ്റ്റർ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് തെർമിസ്റ്ററിനുള്ളത്. പക്ഷേ ഒരുപാട് ആപ്ലിക്കേഷൻ റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. -90°C to +130°C വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിന് നമുക്ക് തെർമിസ്റ്റർ ഉപയോഗിക്കാൻ പറ്റും. അതൊരു വലിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ΔR = K × ΔT. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ അനുസരിച്ച് രണ്ട് ടൈപ്പ് തെർമിസ്റ്റർ ഉണ്ട്. കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോസിറ്റീവ് തെർമൽ കോഎഫിഷ്യന്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് ആയിട്ട് വാല്യൂ ഇരിക്കുക. സോ സച്ച് ഡിവൈസസ് ആർ കോൾഡ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ അല്ലെങ്കിൽ PTC എന്ന് വിളിക്കും. അതുപോലെ കെക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ RTTയുടെ കേസിൽ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കെ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അതിന് നമുക്കുള്ളത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു എക്സാമ്പിൾ ആയിട്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള ഒരു എലമെന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തെർമിസ്റ്റർ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ വെച്ചിട്ട് ഡയറക്റ്റ് റെസിസ്റ്റൻസ് മെഷർമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ RT = V/I. നമുക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അതായത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്. നമുക്ക് തെർമിസ്റ്റർ ഉണ്ട്, നമ്മൾ ഇവിടെ RT നമുക്ക് വോൾട്ടേജും കറണ്ടിന്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് RT കിട്ടും. ഇത് നമുക്കൊരു തെർമിസ്റ്ററിന്റെ ഒരു റെസിസ്റ്റൻസും ടെമ്പറേച്ചറും കൂടിയുള്ള ഒരു ഗ്രാഫാണ്. അതുപോലെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ നേരത്തെ RTDക്ക് ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ, ഒരു ആൽഫ വെച്ചിട്ടൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരുന്നു, ആൽഫ വെച്ചിട്ടൊരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബീറ്റ വെച്ചിട്ടാണ് റിലേഷൻഷിപ്പ്, നോൺ ലീനിയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ E⁻⁴ എന്നുള്ള മറ്റുള്ള റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ RT = R0 × E⁻β 1/T/-1/T0. ഒരു RT is ടെമ്പറേച്ചർ, നമുക്ക് ഏത് ടെമ്പറേച്ചറിലാണോ റെസിസ്റ്റൻസ് ഉള്ളത് അത് ടെമ്പറേച്ചർ. പിന്നെ നമ്മൾ T0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ എടുക്കുന്നു. അത് യൂഷ്വലി 25°C ആണ് അതിന് വേണ്ടി പറയാം. അതുപോലെ ബീറ്റ് നമുക്കൊരു കോൺസ്റ്റന്റ് ആണ്. ഇത് പല ടൈപ്പ് തെർമിസ്റ്റർ ആണ് കാണിച്ചിരിക്കുന്നത് ഫിഗേഴ്സ്. ബീറ്റ് തെർമിസ്റ്റർ, പ്രോബ് തെർമിസ്റ്റർ, ഡിസ്ക് തെർമിസ്റ്റർ, വോഷർ ടൈപ്പ് തെർമിസ്റ്റർ, ഓരോന്നിന്റെയും ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ബീറ്റ് തെർമിസ്റ്റർ, അതുപോലെ തന്നെ പ്രോബ് തെർമിസ്റ്റർ, ഡിസ്ക് തെർമിസ്റ്റർ, വോഷർ ടൈപ്പ് തെർമിസ്റ്റർ, ഓരോന്നിനും എഗൻസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ഇതാ, അതുപോലെ ഈ ഫിഗർ. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് തെർമിസ്റ്ററും കാണിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അതിന്റെ രീതി, അഡ്വാൻറ്റേജ് എന്താണ്, അതിന് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല. ഇനി തെർമിസ്റ്ററിന്റെ അഡ്വാൻറ്റേജ് കോസ്റ്റ് കുറവാണ്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്, സ്റ്റെബിലിറ്റി ഉണ്ട്, ഔട്ട്പുട്ട് സിഗ്നൽ ഹൈ ആണ്. പക്ഷേ ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റ് അത്ര സ്യൂട്ടബിൾ അല്ല, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം. ഇതതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് എയർ കണ്ടീഷണർ, ടോസ്റ്റർ, വാഷിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ അവിടെ എത്തി എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തെർമിസ്റ്ററിന് ആപ്ലിക്കേഷൻസ് ഈ കൺസ്യൂമർ ഡിവൈസസിൽ, കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവൈസസിൽ ഇവിടെയൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഇവിടെ നമ്മളൊക്കെ ബ്യൂട്ടി പാർലറിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലൊക്കെ നമ്മളത് പലപ്പോഴും ഈ തെർമിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫുഡ് ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ
coffee maker, deep fryer, thermistor used in food preparation, satellite, ഇവിടെയൊക്കെ നമുക്ക് തെർമിസ്റ്റർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി അടുത്തത് പറയുന്നത് തെർമോകപ്പിൾ ആണ്. തെർമോകപ്പിളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ജോയിൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെത്തഡോളജിയാണ് തെർമോകപ്പിളിൽ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന് വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സൈബക് ഇഫക്റ്റോ ഇലക്ട്രോ തെർമൽ ഇഫക്റ്റ് കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് ജോയിൻ ചെയ്തിട്ട് രണ്ടുപേരും ടെമ്പറേച്ചർ ഡിഫറെന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോൾട്ടേജ് ജനറേറ്റഡ് ഉണ്ടാവുന്ന പറയുന്നത്. അതായത് എ വോൾട്ടേജ് ഇസ് ജനറേറ്റഡ് ഇൻ എ സർക്യൂട്ട് containing two different metals by keeping the junction between them at different temperature. Temperature junction temperature different ആക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ടെമ്പറേച്ചർ ഒരു വോൾട്ടേജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. Thermocouple is an electrical device consisting of two dissimilar electrical conductors forming electrical junctions at different temperature. Junction different temperature-ലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ടെമ്പറേച്ചറിന് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ ഇഫക്റ്റ് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ സീബെക്ക് ഇഫക്റ്റിനാണ്. ടു ഡിസിമിലർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഓർ സെമി കണ്ടക്ടേഴ്സ് ജനറേറ്റ് എ വോൾട്ടേജ് വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹോട്ട് ജംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു കോൾഡ് ജംഗ്ഷൻ ഉണ്ട്. രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് ആണ്, കോൺസ്റ്റന്റും കോപ്പറും തമ്മിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പിന്നെ അക്രോസ് ആയിട്ട് നമുക്ക് ആ വോൾട്ടേജിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് വി ഔട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി തെർമോകപ്പിൾ നമുക്ക് രണ്ട് ഡിഫറെന്റ് പെയർ ഓഫ് ഡിസിമിലർ കണ്ടക്ടേഴ്സ് ആണ്. അതിനെ നമ്മൾ വെൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റ് ഒരു ടെമ്പറേച്ചറിലും മറ്റേ പോയിന്റ് വേറെ ടെമ്പറേച്ചറിലും ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് ജംഗ്ഷൻസ് വെച്ചിട്ടുണ്ടാവുക. അവിടെ നമുക്ക് എന്താണ് നടക്കുന്നത്? അവിടെ ഒരു എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്. തെർമൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തെർമൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ when hot junction temperature is greater than as compared to the cold junction and EMF is generated due to the temperature gradient. ആ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് കൊണ്ട് മെറ്റൽസ് ഡിഫറെന്റ് ആയതുകൊണ്ട് അവിടെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു EMF ജനറേറ്റ് ആവാണ് തെർമോകപ്പിളിൽ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ടു മെഷർ ദ ടെമ്പറേച്ചർ യൂസിങ് എ തെർമോകപ്പിൾ യു കാൺ ജസ്റ്റ് കണക്ട് ചെയ്ത് ഒരു മെഷർമെന്റ് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തെർമോകപ്പിളിനെ കണക്ട് ചെയ്യല്ല ചെയ്യുക. നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് അതിന് ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യാം. വോൾട്ടേജ് മെഷർഡ് ബൈ എ സിസ്റ്റം ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈമറി ജംഗ്ഷൻ. പ്രൈമറി ജംഗ്ഷന്റെ പേരാണ് ഹോട്ട് ജംഗ്ഷൻ ആൻഡ് ദ ജംഗ്ഷൻ വേർ ദ വോൾട്ടേജ് ഇസ് ബീയിങ് മെഷർഡ് റഫറൻസ് ജംഗ്ഷൻ. ഓക്കെ, രണ്ട് പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് തെർമോകപ്പിൾ നമ്മൾ ചെയ്യുന്ന കാര്യം. അവിടെ നമുക്ക് thermocouple measure the voltage difference between the 2 points. To know the absolute temperature at hot junction, one must know the temperature at the reference junction. Reference junctionലെ ടെമ്പറേച്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് hot junctionലെ absolute temperature കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഏതില് നമുക്കൊരു ഐസ് ബാത്ത് മെത്തേഡ് അല്ലെങ്കിൽ ഫോഴ്സിംഗ് ടെമ്പറേച്ചർ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇവിടെ നമുക്ക് ഡിഫറെന്റ് മെറ്റൽസ് ഉണ്ട്, കോപ്പർ വയർ ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് അയൺ ഉണ്ട്, അതുപോലെ വേറൊരു മെറ്റീരിയൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു അൺനോൺ ടെമ്പറേച്ചർ ആണ് ഈ പോയിന്റിലുള്ളത്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് രണ്ട് റെഫറൻസ് ജംഗ്ഷൻസ് ഉണ്ട്. റെഫറൻസ് ജംഗ്ഷനിലെ ടെമ്പറേച്ചർ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അൺനോൺ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ആണ് ചെയ്യുന്നത്. We know the voltage temperature relationship of our thermocouple. We could determine the temperature at the hot junction. ഇതിന് ലാബോറട്ടറി എക്സ്പെരിമെന്റിൽ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് അയൺ ഉണ്ട്, അയൺ ഉണ്ട്, ആ രണ്ട് മെറ്റീരിയൽ കൂടിയിട്ട് വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഈ രണ്ട് ജംഗ്ഷൻസ് ഇറക്കി വെച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് നോൺ ലീനിയാരിറ്റി ഉണ്ട് സീബെക്ക് ഇഫക്റ്റില്. തെർമോകപ്പിളിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമോകപ്പിളിന് നമുക്ക് നോൺ ലീനിയർ ആണ്. Seebeck coefficient can vary by a factor of 3 or more over the operating range of the thermocouple. Thermocouple അനുസരിച്ച് ഇതിനും മാറ്റം വരാം. Thermocouple usually is calibrated over the complete range of temperature. നമ്മളത് യൂഷ്വലി ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കാലിബ്രേറ്റ് ആണ് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ ആണ് സീബെക്ക് ഇഫക്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറഞ്ഞിട്ട് ഇൻഎക്സ്പെൻസീവ് ആണ്, റഗ്ഡ് ആണ്, റിലയബിൾ ആണ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, സെൻസിറ്റിവിറ്റി കുറവാണ്. നോൺ ലീനിയാരിറ്റി ഇവിടെയും നമുക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ടർബൈൻ എക്സോസ്റ്റില്, ഡീസൽ
എഞ്ചിനീയർസിൽ അതിലൊക്കെ നമുക്ക് അതുപോലെ തെർമോകപ്പിൾ സാധാരണ രീതിയിൽ ചെറിയ തെർമോസ്റ്റാറ്റ് ആയിട്ട് ഉപയോഗിക്കാം. വീടുകളിൽ, ഓഫീസിൽ, ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് ഒരു സിലിക്കൺ ടെമ്പറേച്ചർ സെൻസർ ആണ്. അത് നമുക്കൊരു സിലിക്കൺ ഒരു വയർ വെച്ചിട്ട് സിലിക്കൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതാണ്. സിലിക്കൺ ബാൻഡ് ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടെന്ന് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ കാണിച്ചിട്ടുണ്ട്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്വാൻറ്റേജും കോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസഡ്വാൻറ്റേജും ആണ്. പ്രോസ് അഡ്വാൻറ്റേജ് ആണ്, ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇത് അതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഏത് റേഞ്ചിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മൂന്നെണ്ണത്തിന്റെയും കൂടെയുള്ള ഒരു കമ്പാരിസൺ, തെർമോകപ്പിളിന്റെയും RTDയുടെയും IC വെച്ചിട്ട് ചെയ്യുന്നതിന്റെയും കമ്പാരിസൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അപ് ടു ദിസ്. താങ്ക് യു all.